ഈ വീഡിയോ കണ്ടോ? നമ്മുടെ രക്ഷിതാക്കളൊക്കെ കൊണ്ടുപോയോ? എല്ലാവരും കൊണ്ടുപോവാ. എന്നിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണ്. നമ്മുടെ മക്കൾ വഴി തെറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ പോയി കിടക്കേണ്ട ഒരു അവസ്ഥയിലാവും. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നിലക്ക് നിർത്തിക്കോളി. ഇന്നത്തെ തലമുറൻ്റെ പോക്ക് എന്ത് പോക്ക? ഇങ്ങനെയൊക്കെയാണോ? ഇതിനൊക്കെ ഉത്തരവാദി രക്ഷിതാക്കളെന്നാണ് ഞാൻ പറയുക. നിങ്ങളെ അഭിപ്രായം കൂടി ഇത് കണ്ടിട്ട് രേഖപ്പെടുത്തും. ഇവിടെ ഈ നടുക്കുമന്തം വയലില് കുറെ പിള്ളേർ വെള്ളം വയ്ക്കുന്നു, പലരെയും നിന്ന് മടിക്കുന്നു എന്ന് പറഞ്ഞ് വിവരം ഒരാൾ വന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് മദ്യവും മറ്റുണ്ടാകുന്നത് ആഹാരം പാചകം ചെയ്ത് വളരെ ആഭാസകരമായി നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുന്ന രീതിയിൽ പ്രശ്നമുണ്ടാക്കിയില്ല. എന്നാൽ വിവരം തിരക്കിയപ്പോഴത്തേക്ക് ഇതിൽ ഇന്നലെ അവൻ വന്നവനാ, അവനെ താക്കീത് ചെയ്ത് വിട്ടതാണ്. അവൻ പോലീസുകാരെ ഉപദ്രവിക്കുകയും ഞങ്ങളല്ലാണ്ട് എന്നെ പിടിച്ചും പോലീസുകാരനെ പിടിച്ചും വെള്ളത്തിലിട്ട് അങ്ങനെ ഉപദ്രവം നടന്നു. അങ്ങനെ പിടിച്ചോണ്ട് വരികയാണ്. നമുക്ക് പേടിയാ അമ്മമാരെ കൊണ്ട്. അടിച്ച് പുതുതായിട്ട് അമ്മമാർ വന്ന് വീട്ടിലെങ്ങാനും കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ നടന്ന സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാ. ആ സാറിനെ അടിച്ച് കണ്ടെത്തിയിട്ട് വിട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. വയലിലോട്ട് ചീനിക്കം പാടാൻ പറ്റത്തില്ല, ഒരു വ്യക്തികളും നടാൻ സമ്മതിക്കില്ല. ഇവരെല്ലാം കഞ്ചാവിന്റെ ഏർപ്പാടാണ്. മാറിപ്പോയിരിക്കണം. അവിടെ നിന്ന് വെള്ളം അടിക്കുന്നത് നല്ലതാണ്. അവിടെ പോയിരുന്ന് വെള്ളം അടിക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ സംസാരിക്കരുത്. അവിടെ ഈ മോഷണവും എല്ലാം ഈ മദ്യം വെച്ചിട്ട് കുപ്പി അവിടെ അതിനെതിരെ പരാതിയുണ്ട്. നമ്മളല്ല ഞങ്ങളൊരു 10 വീട് കൊണ്ട് കാണിക്കാൻ പറയാം. അവിടെ എല്ലാവരും അവിടെ വന്നിരിക്കുന്ന എല്ലാവരും വീട് നമ്മൾ കൊണ്ട് കാണിക്കാം. എത്ര വയസ്സുണ്ട്? എനിക്ക് 20 വയസ്സ്. അത് നേരത്തെ എന്ത് ധൈര്യത്തിലാണ് പോലീസുകാരോട് സംസാരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയൊക്കെ. 18ഉം 20ഉം വയസ്സുള്ള കുട്ടികളെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടും വലിയ വയസ്സ് മറ്റേ 30ഉം 20ഉം വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ. ഇവരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വരും. അവർ ചെറിയ പിള്ളേരല്ലേ, അവർക്ക് ബുദ്ധിയില്ലായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും വരും. ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല സത്യം പറയാൻ വെച്ചാൽ.